വൈജ്ഞാനിക സമ്മേളനത്തിൽ നമ്മെ അഭിമുഖീകരിക്കുന്നതിന് തൗഹീദി ദർശനത്തിൻ്റെ സൗന്ദര്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഹനീഫ് കായക്കൊടിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു ഫദ്ഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ ഇന്നി നുഹീതു അൻ അഅ്ബുദല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി ലമ്മാ ജാഅനിയൽ ബയ്യിനാതു മിർ റബ്ബി വഉമിർതു അൻ ഉസ്ലിമ ലിറബ്ബിൽ ആലമീൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ വൈജ്ഞാനിക മേഖലയിലെ ജാജ്വലമാനമായ ചരിത്രം രചിച്ച ഒരു സ്ഥാപനത്തിൻ്റെയും സംഘത്തിൻ്റെയും വാർഷികാഘോഷ വേളയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കേരളീയ മുസ്ലിം സമൂഹത്തിൽ അൻസാറുള്ള സംഘവും അതേപോലെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാഹി ആദർശത്തിൽ അധിഷ്ഠിതമായ സംഘങ്ങളും വരുത്തിയ പരിവർത്തനങ്ങളെന്ത് എന്നത് പലപ്പോഴായി നാം കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ലോകത്തിൻ്റെ മറ്റേത് കോണുകളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വൈജ്ഞാനിക, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ അന്തസ്സും അഭിമാനവുമുള്ള ഒരു സമൂഹമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മാറ്റിയെടുത്തത് ആ മുസ്ലിം സമൂഹത്തിൻ്റെ മാറ്റത്തിലൂടെ പൊതുസമൂഹത്തിലും അതുമായി ബന്ധപ്പെട്ട അനുരണനങ്ങൾ ഉണ്ടായത് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരുടെ ദീർഘവീക്ഷണമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ ഈ ഒരു പരിവർത്തനത്തിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ ഏറ്റവും പ്രധാനമായ ആദർശമായി ഉപയോഗപ്പെടുത്തിയത് വിശ്വാസപരമായി ഈ സമൂഹത്തെ ശുദ്ധീകരിച്ചെടുക്കുക എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പിഴച്ച ആദർശങ്ങളുടെ കേന്ദ്രമാണെന്നും അവിടങ്ങളിലേക്ക് പഠിക്കാനയക്കുന്നത്, അവിടങ്ങളിൽ പഠിക്കുന്നത്, അവിടങ്ങളിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന ആളുകളോട് സഹകരിക്കുന്നത് ഒക്കെ മതവിരുദ്ധമാണ് എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു പൗരോഹിത്യം കേരളത്തിലുണ്ടായത് ഈ ഒരു ആദർശത്തിൻ്റെ അടിത്തറയിൽ ഊട്ടപ്പെട്ട ദീർഘവീക്ഷണം നമ്മുടെ പണ്ഡിതന്മാർക്കുണ്ടായി എന്നതുകൊണ്ടാണ് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ അവരുടെ വകയായി ഉണ്ടാക്കിയെടുത്ത ഒരു പദ്ധതിയോ ഒരു തീരുമാനമോ ആയിരുന്നില്ല. മറിച്ച് നേരത്തെ ബഹുമാന്യനായ KC ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച
അള്ളാഹുവിൻ്റെ ദൂതന്മാരുടെ ചരിത്രത്തിൽ നിന്ന്, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൻ്റെ അധ്യായങ്ങളിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്ന്, അതിലുള്ള ചരിത്രങ്ങളിൽ നിന്ന് ഈ പണ്ഡിതന്മാർ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ത്യാഗങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ട് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് എന്നതാണ് വസ്തുത. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അടിസ്ഥാന തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള മാറ്റങ്ങൾക്ക് മാത്രമാണ് പുരോഗതിയുണ്ടാവുക എന്നും അതുമായി ബന്ധപ്പെട്ട് മാത്രമേ സമൂഹത്തിന് ഐക്യവും സ്നേഹവും നിലനിർത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന പാഠമാണ് ഇസ്ലാം നമുക്ക് നൽകുന്നത്. ആദർശങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ ഏത് ആദർശമാണ്, ഏത് വിശ്വാസമാണ്, ഏത് ജീവിത രീതിയാണ് എനിക്ക് എൻ്റെ റബ്ബ് പഠിപ്പിച്ചു നൽകിയത് എന്ന് മനസ്സിലാക്കുവാനും കണ്ടെത്തുവാനുമുള്ള എല്ലാ മാർഗങ്ങളും മനുഷ്യർക്ക് മുമ്പിൽ തുറന്നു വെക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ആരും തന്നെ ഏതാണ് നേരിൻ്റെ വഴി എന്ന കാര്യത്തിൽ ഇരുട്ടിൽ തപ്പേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നില്ല. ഇസ്ലാമിൻ്റെ സന്ദേശം വളരെ കൃത്യമാണ്. ഇസ്ലാം ഈ സമൂഹത്തെ പഠിപ്പിക്കുന്ന ആദർശവും അതിൻ്റെ ചരിത്രവും വളരെ കൃത്യമാണ്. നമുക്കറിയാമല്ലോ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന സമൂഹം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നബിദിനാഘോഷങ്ങളുടെ സന്ദർഭങ്ങളിൽ മദ്രസകളിലെ കുട്ടികൾ പോലും പഠിച്ചുകൊണ്ടിരിക്കുന്ന, പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിൽ, പാട്ടുകളിൽ ആ സമൂഹത്തിന്റെ ജാഹിലിയത്തിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു സമൂഹം അന്ധകാരത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ, ഒരു സമൂഹം അജ്ഞതയിലാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ, ഒരു സമൂഹം ജീവിക്കുന്നത് ഇരുട്ടിലാണ് എന്ന് തിരിച്ചറിയാൻ എന്തൊക്കെ ജീർണതകളാണോ ആവശ്യമായിട്ടുള്ളത് ആ മുഴുവൻ ജീർണതകളും കൈക്കൊണ്ടവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വന്ന സമൂഹം. ആ സമൂഹത്തെയാണ് ലോകാവസാനം വരെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും പറയുന്ന ഒരവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയെടുക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ മാന്ത്രിക വിദ്യകൾ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള മായാജാലങ്ങൾ കാണിച്ചുകൊണ്ടല്ല ഈ ഒരു പരിവർത്തനം സൃഷ്ടിക്കപ്പെട്ടത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മനസ്സിലേക്ക് പകർന്നു നൽകിയ ആദർശം, അള്ളാഹുവിന്റെ റസൂൽ അവരിലേക്ക് പകർന്നു നൽകിയ വിശ്വാസം, ആ വിശ്വാസമാണ് ഈ മാറ്റത്തിന്റെ അടിസ്ഥാനം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയും, വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംർ ലഖാലു ലാ നദഉൽ ഖംറ അബദാ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്ന സമൂഹത്തിന്റെ ഇടയിലേക്ക് അള്ളാഹുവിന്റെ റസൂല് കടന്നു വരികയും എന്നിട്ട് അവരോട് ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് മദ്യപിക്കരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ, വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംർ, നിങ്ങൾ മദ്യപിക്കരുത് എന്ന വചനമാണ് ആ സമൂഹത്തിന് മുന്നിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എങ്കിൽ ലഖാലു ലാ നദഉൽ ഖംറ അബദാ, ഇല്ല, ഒരിക്കലും ഞങ്ങൾക്ക് മദ്യം ഒഴിവാക്കാൻ കഴിയില്ല, അത്തരമൊരു ജീവിതം ഞങ്ങൾക്ക് ആലോചിക്കാൻ കഴിയില്ല എന്നാകുമായിരുന്നു അവരുടെ പ്രതികരണം. ഇനി വലൗ നസല ലാ തസ്നു ലഖാലു ലാ നദഉ സിനാ അബദാ, ഇനി നിങ്ങൾ വ്യഭിചരിക്കരുത്, വ്യഭിചാരം നിഷിദ്ധമാണ് എന്ന വചനമായിരുന്നു ആദ്യമായി അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരുന്നത് എങ്കിൽ അവർ പറയുമായിരുന്നു, ഇല്ല, ലാ നദഉ സിനാ അബദാ, വ്യഭിചാരത്തെ കൈവടിയാൻ, അതിനെ ഒഴിവാക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്നവർ പറയുമായിരുന്നു. എന്നാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച ആശയങ്ങളെ കുറിച്ച് പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അവരെ വിശ്വാസപരമായി അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം, ഈ വിശ്വാസങ്ങളിലൂടെ ആ സമൂഹത്തെ മാറ്റിയെടുക്കുകയും പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് അതിന്റെ പിന്നാലെ വരുന്ന കാര്യങ്ങൾ എന്ത് എന്ന് ആലോചിക്കാതെ മദ്യം ഒഴിവാക്കിയാൽ, മദ്യത്തിന്റെ ചഷകങ്ങൾ വലിച്ചെറിഞ്ഞാൽ, മദ്യത്തിന്റെ വീപ്പകൾ പൊട്ടിച്ചെറിഞ്ഞ് ഒഴുക്കിക്കളഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ എന്ത് എന്നാലോചിക്കാതെ ഇതാ ഞങ്ങളത് കേട്ടിരിക്കുന്നു, ഇതാ ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു, ഇതാ ഞങ്ങളത് അനുസരിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾക്ക് മദ്യം നിഷിദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കാൻ പ്രാപ്തരായ മാനസിക തലത്തിലേക്ക് ആ സമൂഹത്തെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ഒരു ആദർശത്തിലൂടെയായിരുന്നു. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ സ്വീകരിച്ച മാനദണ്ഡം. ഈ വിശ്വാസം ഈ സമൂഹത്തെ പഠിപ്പിക്കണം. ഈ വിശ്വാസത്തിലൂടെ ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാകണം. സംശുദ്ധമായ ജീവിതം നയിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ മാറ്റിയെടുക്കണം. അതുകൊണ്ടാണ് ഫഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹുവല്ല, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ലെന്ന് നിങ്ങൾ അറിയുക എന്ന മഹത്തായ സന്ദേശം ഈ സമൂഹത്തിന് മുന്നിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയായിരുന്നു. അള്ളാഹു ആര് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഈ സമൂഹത്തിന് പകർന്നു നൽകുകയായിരുന്നു. എന്തുകൊണ്ട്? അള്ളാഹുവിനെ അറിയില്ലായിരുന്നു ഈ സമൂഹത്തിന്. പാട്ടുകളിലൂടെ, കവിതകളിലൂടെ, പിഴച്ച വിശ്വാസങ്ങളിലൂടെ കേട്ടുപഠിച്ച അള്ളാഹു എന്നതിനപ്പുറത്ത് സർവലോക രക്ഷിതാവും നിയന്താവും ഞാൻ എന്റെ മുഴുവൻ വിഷയങ്ങളിൽ അവലംബിക്കുകയും ചെയ്യേണ്ട ഒരു ശക്തിയാണ് സർവലോക രക്ഷിതാവായ റബ്ബ് എന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയായിരുന്നു ഈ സമൂഹത്തിന് നമുക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നത്. നമുക്കറിയാമല്ലോ, അള്ളാഹുവിനെ കുറിച്ച് ഉപമിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ മഹാന്മാരോട് വിളിച്ചു തേടുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അള്ളാഹു രാജാവാണ് എന്നും ആ രാജാവിന്റെ അരികിലേക്ക് എത്തണമെങ്കിൽ മന്ത്രിമാരെ സഹായം ആവശ്യമുണ്ടെന്നും, ഒരു രാജാവിനെ സമീപിക്കാൻ മന്ത്രിമാരെ ഇടയാളന്മാരാക്കുന്നത് പോലെ അള്ളാഹുവിലേക്ക് എത്തുവാൻ വേണ്ടി ഞങ്ങൾ മഹാന്മാരെ ഇടയാളന്മാരാക്കുകയാണ് എന്ന് പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്ന പുരോഹിതന്മാരിവിടെ ഉണ്ടായിരുന്നു. എന്തിനാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവുമായ സർവലോക രക്ഷിതാവായ റബ്ബിനോട് നമ്മൾ ഒറ്റക്ക് നാം നേരിട്ട് വിളിച്ചു തേടുക? ഒരിക്കലും അങ്ങനെ വിളിച്ചു തേടുന്നത് അനുവദനീയമാവുകയില്ല. കാരണം അങ്ങനെ വിളിച്ചു തേടിയാൽ നിസ്സഹായരായ ദുർബലരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസം സൃഷ്ടിക്കും. കാരണം ഒരിക്കലും തന്നെ അതിശക്തമേറിയ വോൾട്ടേജ് പുറത്തേക്ക് വിടുന്ന ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഒരു ബൾബ് സാധാരണ നമ്മളെടുത്ത് കത്തിക്കാറില്ലല്ലോ. അതുപോലെ നേർക്ക് നേരെ അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ ഉണ്ടാകാൻ പോകുന്നത് വലിയ ദുരന്തമാണ് എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത പൗരോഹിത്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നും അവസാനിച്ചിട്ടില്ല അതിന്റെ ബാക്കിപത്രങ്ങൾ. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മുസ്ലിയാർ അയാളുടെ പ്രസംഗത്തിൽ ഈ വിഷയം ഉദാഹരിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു കാര്യം ബഹുമാന്യനായ മുഖ്യമന്ത്രിയിൽ നിന്ന് നേടേണ്ടതുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ നേടേണ്ടി വരുന്ന സന്ദർഭത്തിൽ എനിക്ക് മുഖ്യമന്ത്രിയെ പരിചയമില്ല. മുസ്ലിയാർ പറയുകയാണ്, എനിക്ക് മുഖ്യമന്ത്രിയെ പരിചയമില്ല, മുഖ്യമന്ത്രിയെ നേരിട്ട് എനിക്കറിയില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറെ എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്യും? മുസ്ലിയാർ പറയുന്നു, ഞാൻ മുഖ്യമന്ത്രിയുടെ ഡ്രൈവറെ സമീപിക്കും. ആ ഡ്രൈവറോട് ഞാൻ എന്റെ വിഷയം പറയും. ആ ഡ്രൈവർ എന്നെയും കൂട്ടി മുഖ്യമന്ത്രിയുടെ അരികിലെത്തും. മുഖ്യമന്ത്രിയോട് പറയും, ഇതാ ഇയാള് എനിക്ക് വേണ്ടപ്പെട്ടയാളാണ്,
എനിക്ക് പരിചയമുള്ളയാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫയൽ CM-ന്റെ മേശപ്പുറത്തുണ്ട്. ആവശ്യമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട CM ചെയ്തു കൊടുക്കണം എന്ന് ഈ ഡ്രൈവർ മുഖ്യമന്ത്രിയോട് പറയുമ്പോ എന്റെ ഫയലിന് മുഖ്യമന്ത്രിയുടെ അരികിൽ നിന്ന് പ്രത്യേക പരിഗണന ലഭിക്കും. അതാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത്. ഈ സമൂഹത്തോടാണ് നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. ഈ സമൂഹത്തോടാണ് തൗഹീദിന്റെ മാധുര്യം എന്ത് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഈ സമൂഹത്തെയാണ് തൗഹീദിന്റെ പ്രശോഭയിലേക്ക് നമുക്ക് ക്ഷണിക്കേണ്ടി വരുന്നത്. നോക്കൂ, നമ്മൾ ഈ മുസ്ലിയാർ പറഞ്ഞതുപോലെയാണോ റബ്ബിന്റെ അവസ്ഥ? എന്തിനാണ് ഡ്രൈവറുടെ സഹായം മുസ്ലിയാർ തേടേണ്ടി വന്നത്? മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഇദ്ദേഹത്തെ അറിയില്ല എന്നതുകൊണ്ടാണ്. എന്നാൽ ഇതേപോലെ അള്ളാഹുവിന് നേരിട്ട് അറിയാത്തയാളാണോ ഈ മുസ്ലിയാർ? ഈ മുസ്ലിയാരുടെ വാദപ്രകാരം വന്നു ചേരുന്നത് എന്ത്? അദ്ദേഹത്തിന്റെ കുട്ടിക്ക് രോഗം വന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹം നേരിട്ട് അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവേ, എന്റെ കുട്ടി രോഗിയാണ്, ആ കുട്ടിയുടെ രോഗം മാറ്റിത്തരണേ. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇയാളെ നേരിട്ട് അറിയാത്തത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക പരിഗണനയൊന്നും നൽകുന്നില്ല. ഉടൻ തന്നെ അദ്ദേഹം വിളിക്കുന്നു, മുഹീദ്ദീൻ ശൈഖേ, ഇതാ എന്റെ കുട്ടിക്ക് രോഗമാണ്, എന്റെ കുട്ടിയുടെ രോഗം അങ്ങ് മാറ്റിത്തരണേ. മമ്പറത്തെ തങ്ങളെ, എന്റെ കുട്ടിക്ക് രോഗമാണ്, ഈ കുട്ടിയുടെ രോഗം അങ്ങ് മാറ്റിത്തരണേ എന്ന് പറയുമ്പോ ഈ മമ്പറത്തെ തങ്ങളും മുഹീദ്ദീൻ ശൈഖും അള്ളാഹുവിനോട് പറയുന്നു, ഇതാ ഇന്ന മുസ്ലിയാരുടെ മകന് പനിയാണ്, അദ്ദേഹം ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, അയാൾ എനിക്ക് വേണ്ടപ്പെട്ടയാളാണ്, അതുകൊണ്ട് അയാളുടെ മകന്റെ രോഗം നിങ്ങൾ ഭേദപ്പെടുത്തി കൊടുക്കണം എന്ന് മുഹീദ്ദീൻ ശൈഖ് അള്ളാഹുവിനോട് പറയുമ്പോ അള്ളാഹുവിന് മനസ്സിലാകും ഈ മുസ്ലിയാർ കാര്യപ്പെട്ടയാളാണ്, അയാളുടെ അപേക്ഷ പരിഗണിക്കേണ്ടതാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രോഗം മാറ്റിക്കൊടുക്കും. ഈ ഒരു സമൂഹത്തോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. ആരാണ് അല്ലാഹു എന്ന് ചോദിച്ചാൽ, ആരാണ് അല്ലാഹു എന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക. ആരാണ് അല്ലാഹു? ആ അല്ലാഹു അടുത്തുള്ളവനാണ്. ഫഇന്നി ഖരീബ്, അവൻ വളരെ അടുത്തുള്ളവനാണ്. എന്തിനാണ് ഇവൻ അടുത്ത് നിൽക്കുന്നത്? എന്തിനാണ് അല്ലാഹു അടുത്തുണ്ട് എന്ന് പറയുന്നത്? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ. ആ പ്രാർത്ഥന കേൾക്കാത്തവനല്ല, ആ പ്രാർത്ഥന അറിയാത്തവനല്ല, ആ പ്രാർത്ഥന മനസ്സിലാകാത്തവനല്ല, മറ്റാരുടെയെങ്കിലും റെക്കമെൻഡേഷനിലൂടെ അത്തരം പ്രാർത്ഥനകൾ പരിഗണിക്കുന്നവനല്ല, മറിച്ച് നേർക്കുനേരെ അത് കേൾക്കുന്നവൻ, നേർക്കുനേരെ ഉത്തരം ചെയ്യുന്നവൻ, നേർക്കുനേരെ അത് പരിഹരിക്കുന്നവൻ, അവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഈ അള്ളാഹുവിനെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നത്. നമുക്കറിയാം, ഈ സമൂഹത്തിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യപ്പെട്ടു, വീടുകളിൽ ആയത്തുൽ കുർസി ഫ്രെയിം ചെയ്ത് തൂക്കപ്പെട്ടു, വാഹനങ്ങളിൽ എങ്ങനെ കറങ്ങിയാലും നമ്മുടെ മുമ്പിൽ വന്നുപെടുന്ന രൂപത്തിൽ പ്രിന്റ് ചെയ്ത പലതരത്തിലുള്ള ആകർഷണീയമായ ആയത്തുൽ കുർസികൾ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടു. എന്നാൽ ആ ആയത്തുൽ കുർസിയിലൂടെ പരിചയപ്പെടുത്തിയ, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിനെ മാത്രം ഈ സമൂഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അള്ളാഹു പറഞ്ഞു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ആരാധനക്കർഹനായി അവൻ മാത്രമാണുള്ളത്, ആരാധനക്കർഹനായി അല്ലാഹു മാത്രമാണുള്ളത്. എന്തുകൊണ്ടാണ് ആരാധനക്കർഹനായി അല്ലാഹു മാത്രമുള്ളത്? ഇനി പറയുന്ന പ്രത്യേകതകൾ ആ അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഹുവൽ ഹയ്യ്, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. മനുഷ്യന് അവന്റെ പ്രതീക്ഷകൾ സമർപ്പിക്കാൻ കഴിയുന്നത് ഞാൻ എപ്പോൾ വിളിച്ചാലും, ഞാൻ എന്ത് പറഞ്ഞാലും അത് കേൾക്കുകയും അത് അറിയുകയും അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ശക്തി. അങ്ങനെ ഒരു ശക്തി നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ നമ്മൾ ആലോചിക്കൂ, ഭൗതികമായ ജീവിതത്തിൽ നമുക്കൊരു പ്രയാസം വരുമ്പോ നമ്മെ സഹായിക്കുന്ന ഒരു അയൽക്കാരൻ, എന്ത് പ്രശ്നം വന്നാലും, സാമ്പത്തികമായാലും ശാരീരികമായാലും കുടുംബപരമായാലും നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും നമുക്ക് സമാധാനം നൽകുന്ന രൂപത്തിൽ ഇടപെട്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു അയൽക്കാരനുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ എന്താ പറയുക? നിങ്ങൾ എന്താണ് ഇപ്പൊ 2 ദിവസം ആ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ 3 ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു സമ്മേളനം, അതിന് നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, എനിക്കത് പ്രശ്നമല്ല.
കാരണം എൻ്റെ വീട്ടുകാർക്ക് എന്ത് പ്രശ്നം വന്നാലും അവരെ സഹായിക്കാൻ, അവരുടെ കാര്യം ശ്രദ്ധിക്കാൻ എനിക്കൊരു അയൽക്കാരനുണ്ട് എന്ന് നമ്മൾ പറയും ഭൗതികമായ നിസ്സാരമായ സഹായങ്ങളുടെ വിഷയത്തിൽ. അതിനപ്പുറത്ത് മനുഷ്യന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകുന്ന സർവലോക രക്ഷിതാവായ ഒരു റബ്ബ്, ഹുവൽ ഹയ്യ്, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഇവിടെ ഉണ്ടായതെന്താ? അള്ളാഹുവിന്റെ ഹയ്യ് എന്ന പ്രത്യേകതയ്ക്കാണ് യഥാർത്ഥത്തിൽ പൗരോഹിത്യം ആദ്യം തന്നെ കത്തിവെച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അള്ളാഹുവിനെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായി മനസ്സിലാക്കുക എന്നതിനപ്പുറത്ത് അള്ളാഹുവിനെ പോലെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണ് മറ്റു ചില ശക്തികൾ എന്ന ഒരു ധാരണ പാട്ടുകളിലൂടെ, മാലപ്പാട്ടുകളിലൂടെ, പദ്യങ്ങളിലൂടെ, പിഴച്ച വരികളിലൂടെ, വിശ്വാസങ്ങളിലൂടെ ഈ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിച്ചു. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ പറ്റി ഈ സമൂഹത്തിലുള്ള ആളുകളുടെ വിശ്വാസം എന്താണ്? എന്നു മുതലാണ് അദ്ദേഹം ലോകത്ത് ജീവിക്കാൻ ആരംഭിച്ചത്? നമുക്കറിയാം. ഇപ്പോഴൊക്കെ മുസ്ലിയാക്കന്മാരുടെയൊക്കെ പ്രസംഗത്തിൽ അവർ പറയാൻ മടിക്കുന്ന ഒരു വിഷയമുണ്ട്. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു വിഷയം. കാരണം ഇപ്പൊ നൂറ് എന്ന് പറയാൻ AP വിഭാഗം സുന്നികൾക്ക് പ്രത്യേകിച്ച് ഭയമാണ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവരുടെ ഇടയിലുള്ള വലിയൊരു തർക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിഴലുണ്ടോ ഇല്ലേ എന്നതാണ്. നിഴൽ ഇല്ല എന്ന് ഇക്കാലം വരെ വാദിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്ത മുസ്ലിയാക്കന്മാര് വരെ ഈ മുടി വിഷയം വന്നപ്പോ പറയാൻ തുടങ്ങി, അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചിലപ്പോഴൊക്കെ നിഴൽ ഉണ്ടാകും. നിഴലില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിഴലില്ല എന്നല്ല, നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നിഴലുണ്ട് എന്നുമല്ല എന്നൊക്കെ വ്യാഖ്യാനിച്ച് വിശദീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവരെത്തി. അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ മുന്നിലുള്ള മാലപ്പാട്ട്, ആ മാലപ്പാട്ടുകൾക്ക് അടിസ്ഥാനമായി കരുതപ്പെടുന്ന ബഹ്ജ കിതാബ്, ആ ബഹ്ജ കിതാബിൽ എന്താ പറയുന്നത്? അനാ കുന്തു ഫിൽ അഅ്ലാ ബിനൂരി മുഹമ്മദി, അനാ കുന്തു ഫിൽ അഅ്ലാ ബിനൂരി മുഹമ്മദി വഫീ ഖാബ ഖൗസൈൻ ഇജ്തിമാഇൽ അഹിബ്ബതി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ് സൃഷ്ടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകാശം സൃഷ്ടിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മിഅ്റാജിന്റെ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് ഈ മാലപ്പാട്ടിന് അടിസ്ഥാനമായി രചിക്കപ്പെടുന്ന ബഹ്ജ കിതാബിൽ കാണുന്നു. നാം ആലോചിച്ചു നോക്കുക, ആരാണ് ഹയ്യ്, ആരാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ? ഈ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട നൂറ് സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്നാണ് ഈ ഷെയ്ഖ് ജീലാനി ജനിച്ചത്? പലപ്പോഴും ചില ആളുകൾ പറയാറുണ്ട് അതൊക്കെ റൂഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന്. അല്ല, തുടർന്ന് വരുന്ന വരികൾ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു അത് റൂഹുമായി ബന്ധപ്പെട്ടതല്ല. കാരണം പിന്നീട് പറയുന്ന വരികൾ അനാ കുന്തു മഅനൂഹിൻ ബിഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി എന്നാണ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഞാനുണ്ട്, റൂഹായിട്ടല്ല. പിന്നെയോ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ സുരക്ഷിതമായി സഞ്ചരിച്ചത് എന്റെ ഉള്ളംകൈയുടെ മുകളിലാണ്. വകുന്തു വഇബ്രാഹീമു മുൽഖം ബിനാരിഹി വമാ ബാറദൻ നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലെറിയപ്പെട്ടപ്പോ ആ തീ തണുത്തല്ലോ, ആ തീ തണുത്തത് ഞാൻ റബ്ബിനോട് തേടിയത് കൊണ്ട് തണുത്തതാണ്. وكنتو وموسى في مناجاة ربه وموسى عصاه من عصاي استمدت. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ അള്ളാഹുവിനെ കാണാൻ പോയ സന്ദർഭം അവിടെയും ഞാൻ ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നല്ലോ. വമാ തിൽക ബിയമീനിക യാ മൂസ قال هي عصاي أتوكل عليها وأهش بها على غنمي ولي فيها مآرب أخرى എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വടി, ആ വടി മൂസാ നബിയുടെ വടിയല്ല. പിന്നെയോ എന്റെ വടിയിൽ നിന്ന് ഞാൻ മുറിച്ചു കൊടുത്ത ഒരു വടിയുടെ കഷണവുമായാണ് മൂസ റബ്ബിനെ കാണാൻ പോയത് എന്ന് ഷെയ്ഖ് ജീലാനി പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ പേരിൽ പറയുന്ന പച്ചക്കള്ളം. ഇത് വിശ്വസിക്കാത്തവനെ കേരളത്തിലെ പള്ളിയിൽ ഇമാമാക്കാൻ പറ്റില്ല എന്നാണ് സമസ്തയുടെ തീരുമാനം.
ഇത് വിശ്വസിക്കാത്തവനെ കാളിയാക്കാൻ പറ്റില്ല. ഇത് വിശ്വസിക്കാത്തവനെ ഖത്തീബാക്കാൻ പറ്റില്ല. ഇത് വിശ്വസിക്കാത്തവനോട് സലാം ചൊല്ലാൻ പാടില്ല. ഇത് വിശ്വസിക്കാത്തവൻ സലാം ചൊല്ലിയാൽ മടക്കാൻ പാടില്ല. ഇത് വിശ്വസിക്കാത്തവൻ മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കാൻ പാടില്ല. ഇത് വിശ്വസിക്കാത്തവന്റെ മകളെ കല്യാണം കഴിക്കാൻ പാടില്ല. ഇത് വിശ്വസിക്കാത്തവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസാക്കിയ സംഘടനകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. എവിടെയാണ് ഈ ആളുകൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ കഴിയുക? എവിടെയാണ് അള്ളാഹുവിന്റെ ശക്തി ഈ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുക? വടിയുമായി നടക്കുന്ന ഒരു റൂഹ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത് എന്റെ തുപ്പൽ പുരട്ടിക്കൊടുത്തത് കൊണ്ടാണ് എന്നാണ് തുടർന്ന് പറയുന്ന വരി. ഒരു റൂഹും തുപ്പുന്ന റൂഹിനെ ഇസ്ലാം പരിചയപ്പെടുത്തുന്നില്ല. പ്രാർത്ഥിക്കുന്ന ഒരു റൂഹിനെ ഇസ്ലാം അവിടെ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ഹൈ എന്ന അള്ളാഹുവിന്റെ ഏറ്റവും പ്രത്യേകത, ഈ ഒരു പ്രത്യേകതയെ നിഷേധിച്ചു പൗരോഹിത്യം. തുടർന്ന് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽ ഖയ്യൂം, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണവൻ. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണവൻ. അവനല്ലാതെ മറ്റാരും ഒരു നിയന്ത്രിക്കുന്നവനില്ല. എന്നാൽ പൗരോഹിത്യം ഈ സമൂഹത്തിൽ പഠിപ്പിച്ചതോ കുത്തുബുകളുണ്ട്, അബ്ദാലുകളുണ്ട്, അങ്ങനെ ചില പ്രത്യേക പദവികളിലുള്ളവരുണ്ട്. ആ പദവികളിലുള്ളവർ മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒക്കെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന മാസത്തിൽ ഇന്ന ദിവസം ഇന്ന ഭാഗത്ത് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ മരിച്ചുപോയ ഈ അബ്ദാലുകളും ഈ ശൈഖുമാരും ഈ കുത്തുബുകളും അവരൊക്കെ യോഗം ചേർന്നുകൊണ്ടാണ് ഈ ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് പൗരോഹിത്യം. ഇന്നു മാത്രമല്ല, ഈ ഭൂമിയുടെ കാര്യം മാത്രമല്ല, ഈ ആകാശത്തിന്റെ കാര്യം മാത്രമല്ല, ആകാശവും ഭൂമിയും ഒക്കെ എന്റെ കയ്യിലാണ്. അതൊക്കെ ഒരു ഉണ്ട പോലെ ഞാനാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഭൂമിയിൽ ഒരു പുഷ്പവും എന്റെ നോക്കുകൂടാതെ വിടരുകയില്ല എന്ന് പച്ചമലയാളത്തിൽ മാലപ്പാട്ടുകളിൽ തന്നെ എഴുതി വെച്ചേ നമുക്ക് കാണാൻ കഴിയും. ഇത് വിശ്വസിക്കുന്നവനല്ലേ ഒരു മുസ്ലിമായി ഇവിടെ പരിഗണിക്കപ്പെടുന്നത്? ഭൂമിയിൽ ഒരു പുഷ്പവും മുഹീദ്ദീൻ ശൈഖിന്റെ നോക്ക് കൂടാതെ വിടരുകയില്ല, അദ്ദേഹത്തിന്റെ അറിവില്ലാതെ വിടരുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് ഖയ്യൂം എന്നത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക? വീണ്ടും അള്ളാഹു പറയുന്നു, ലാ തഖുദുഹു സിനതുൻ വലാ നൗം. അള്ളാഹുവാണ് ആരാധനക്കർഹൻ. ആരാധനക്കർഹനായി ആ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല. എന്തുകൊണ്ട്? ലാ തഖുദുഹു സിനതുൻ വലാ നൗം. ഉറക്കവും മയക്കവും ബാധിക്കാത്തവനാണവൻ. ആ ഉറക്കവും മയക്കവും ബാധിക്കാത്ത അവന്റെ മുമ്പിൽ ഏത് പാതിരാത്രിയിൽ ആര് എഴുന്നേറ്റ് നിന്ന് വിളിച്ചാലും, ആര് നിസ്കരിച്ചാലും, ആരും കാണാത്ത ആരും അറിയാത്ത പ്രദേശത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന സന്ദർഭത്തിലും ആ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി നോമ്പെടുത്താലും ആ റബ്ബ് അറിയും. കാരണം അവൻ ഉറക്കമില്ല, അവന് മയക്കമില്ല. ഇത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയായി അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ലാ ഇലാഹ ഇല്ലാഹു, ലാ ഇലാഹ ഇല്ലാഹു. ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന് പഠിപ്പിക്കാനുള്ള കാരണങ്ങളിൽ മൂന്നാമത്തെ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുൽ കുർസി എന്ന ഈ മഹത്തായ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാരണം ലാ തഖുദുഹു സിനതുൻ വലാ നൗം. കേരളത്തിലെ ഒരു സുന്നി സഹോദരന് പറയാൻ കഴിയുമോ ഇത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന്? കഴിയില്ല. കാരണം അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന ശൈഖുമാർ, അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന ബീവിമാർ, അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങന്മാർ അവർ ഉറക്കമില്ലാത്തവരാണ്, മയക്കമില്ലാത്തവരാണ്. ഏത് സമയത്താണ് മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ലാത്തത്? അദ്ദേഹം ഉറങ്ങുന്ന ഒരു സമയം, അദ്ദേഹം മയങ്ങുന്ന ഒരു സമയം, അദ്ദേഹം വിളി കേൾക്കാത്ത ഒരു സമയം, അദ്ദേഹത്തിന് ഉത്തരം ചെയ്യാൻ പറ്റാത്ത ഒരു സമയം ഇല്ല. മമ്പറത്തെ തങ്ങൾക്ക് വിളി കേൾക്കാൻ കഴിയാത്ത ഒരു സമയം, ഉത്തരം ചെയ്യാൻ കഴിയാത്ത ഒരു സമയം പൗരോഹിത്യത്തിന് പറയാൻ കഴിയുമോ? ഇല്ല. മറിച്ച് ഏത് പാതിരാവിൽ, ഏത് സമയത്ത്
കൊല്ലത്തിൽ 365 ദിവസത്തിൽ എത്ര സെക്കൻഡുകൾ ഉണ്ടോ ആ സെക്കൻഡുകൾ മുഴുവൻ മുഹീദ്ദീൻ ഷെയ്ഖ് ഉണർന്നിരിക്കുന്നു. മുഹീദ്ദീൻ ഷെയ്ഖ് ജാഗ്രതയുള്ളവനാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കുന്നവനാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് കാണുന്നവനാണ്. മുഹീദ്ദീൻ ഷെയ്ഖ് അറിയുന്നവനാണ്. മമ്പറത്ത് തങ്ങൾ അറിയുന്നവനാണ്. മമ്പറത്ത് തങ്ങൾ കേൾക്കുന്നവനാണ്. മമ്പറത്ത് തങ്ങൾ കാണുന്നവനാണ് എന്ന് വിശ്വസിക്കണ്ടേ ഒരു സുന്നിയെ സംബന്ധിച്ചിടത്തോളം? ഇവനും അള്ളാഹുവും തമ്മിൽ എന്ത് ബന്ധമാണ് ഉണ്ടാവുക? എവിടെയാണ് ഈ സമൂഹത്തിന് പിഴച്ചുപോയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇത്രയേറെ പ്രസംഗങ്ങൾ നടക്കുന്ന, ഇത്രയേറെ ഉപദേശങ്ങൾ നടക്കുന്ന, ഇത്രയേറെ മദ്രസകൾ സ്ഥാപിച്ച് നടത്തുന്ന ഒരു സമുദായത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അരാജകത്വം ഉണ്ടാകുന്നത്, ഇങ്ങനെ ക്രിമിനലുകൾ ഉണ്ടാകുന്നത്, ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ വൃത്തികേടുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നത്? ഏത് ജീർണത, പെൺവാണിഭമാണോ, കള്ളനോറ്റടിയാണോ, വ്യാജവാറ്റാണോ, ഏത് തിന്മയായാലും ആ തിന്മയിൽ വളരെ കൃത്യമായി ആരും ആവശ്യപ്പെടാതെ സംവരണത്തിൽ കൂടുതൽ പ്രാതിനിധ്യം എന്തുകൊണ്ട് ഈ സമുദായത്തിന് ലഭിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം അള്ളാഹുവിനെ അറിയാൻ കഴിഞ്ഞില്ല എന്നതാണ്. ഈ പറഞ്ഞ മുഴുവൻ ജീർണതകളിലും മുഴുകി നിന്നിരുന്ന ഒരു സമൂഹം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട, സൃഷ്ടിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്, ഖൈറു ഉമ്മത്താണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ മാറ്റിയെടുത്ത വിശ്വാസം, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമായിരുന്നു. ആ ബോധം ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രത്യേകതകൾ, അള്ളാഹുവിന്റെ സവിശേഷതകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റേതായി മാത്രം പഠിപ്പിച്ച കാര്യങ്ങൾ, അത് ഈ സമൂഹത്തിൽ ഏതോ ഒരു പുഴയിലൂടെ ഒഴുകി വന്ന് ചീഞ്ഞളിഞ്ഞ് ആളുകൾ മറവ് ചെയ്യാൻ പോലും മടിക്കുന്ന തരത്തിൽ ദുർഗന്ധം വപിച്ച ഒരു സ്ത്രീയുടെ ശരീരത്തിന് ഫാത്തിമത്തു സുഹ്റ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളുടെ പേര് നൽകി മറവ് ചെയ്ത് അവിടെ ജാറമുണ്ടാക്കി. ആ ജാറത്തിൽ കിടക്കുന്ന ഈ പെണ്ണിന് പോലും ലോകത്തിന്റെ ഏത് മുക്കിൽ നിന്നും ഏത് മൂലയിൽ നിന്നും ഒരു മുസ്ലിം വിളിച്ചാൽ കേൾക്കാനും ഉത്തരം ചെയ്യാനും കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം എങ്ങനെ ആയത്തുൽ കുർസിയുടെ ആ ആഴത്തിലേക്ക്, ആയത്തുൽ കുർസിയുടെ ആദർശ തലത്തിലേക്ക് ഈ സമൂഹത്തിന് എത്തിച്ചേരാൻ കഴിയും? തീർന്നില്ല. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്. ആകാശഭൂമികളിലുള്ളതൊക്കെ ആ അള്ളാഹുവിനുള്ളതാണ്. എല്ലാം ആ അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ ഇവിടെ അതിനപ്പുറത്താണ് വിശ്വാസം. കുറെയൊക്കെ ശൈഖ്മാരുടെ അധീനതയിലാണ്, കുറെയൊക്കെ ബീവിമാരുടെ അധീനതയിലാണ്, കുറെയൊക്കെ തങ്ങന്മാരുടെ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ കുത്തുബുകളുടെ, അതേപോലെ അബ്ദാലുകളുടെ ഒക്കെ അധികാരത്തിലായി വീതിച്ചു കൊടുത്തിരിക്കുന്നു പൗരോഹിത്യം. വീണ്ടും അല്ലാഹു പറയുന്നു, എവിടെയാണ് ഈ സമൂഹത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ സമൂഹം ശാന്തി തേടി, സമാധാനം തേടി, സകല മനുഷ്യരുടെയും പാദസേവകരായി, തങ്ങന്മാരുടെ, സിദ്ധന്മാരുടെ, ജ്യോത്സ്യന്മാരുടെ, കണക്ക് നോട്ടക്കാരുടെ, അമ്മമാരുടെ, ആൾദൈവങ്ങളുടെ ഒക്കെ കീഴിലേക്ക്, കേന്ദ്രങ്ങളിലേക്ക് ഒരു മനസാക്ഷി കുത്തുമില്ലാതെ എന്തുകൊണ്ടാണ് ഈ സമൂഹം കടന്നു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. ആരാണ് അവന്റെ അരികിൽ അവന്റെ അനുവാദം കൂടാതെ ശുപാർശ ചെയ്യുന്നത്? മാലപ്പാട്ടിൽ പറയുന്നു, എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർ. ഈ മാല പഠിക്കുന്ന, ഈ മാല പാടുന്ന, ഇത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവൻ ചിന്തിക്കുന്നത് എന്താ? എങ്ങനെയും ശൈഖിന്റെ മുരീദാകണം. ശൈഖിന്റെ മുരീദാകണമെങ്കിൽ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ടോ? ശൈഖിന്റെ മുരീദാകണമെങ്കിൽ ശരിയായ വിശ്വാസം സ്വീകരിക്കേണ്ടതുണ്ടോ? ശൈഖിന്റെ മുരീദാകണമെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ടോ? ഇല്ല. കാരണം അവൻ കാണുന്ന ശൈഖുമാർ പോലും
അവൻ കാണുന്ന ശൈഖുമാര് പോലും അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിച്ചിട്ടില്ല. അല്ലേ? റമദാൻ മാസത്തിൽ ഭക്ഷണം കഴിച്ചവനാണ് അവൻ കാണുന്ന CM മടവൂർ എന്ന ശൈഖ്. ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിക്കാത്തവനാണ് അവൻ കാണുന്ന വേങ്ങര കോയപ്പാപ്പ എന്ന ശൈഖ്. അതേപോലെ തന്നെ ആരാണെന്നറിയാത്തവരാണ് അവൻ കാണുന്ന മുനമ്പത്തെ ബീവി. ഇതേപോലെയുള്ള ശൈഖുമാരെ കാണുന്ന അവൻ ചിന്തിക്കുന്നു, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നല്ലതല്ലെങ്കിലും മൊഹീദ്ദീൻ ശൈഖ് നല്ലവനാണ്. ഞാൻ നന്നായില്ലെങ്കിലും, ഞാൻ നല്ല വിശ്വാസം സ്വീകരിച്ചില്ലെങ്കിലും, ഞാൻ നല്ല കർമ്മങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലും മൊഹീദ്ദീൻ ശൈഖ് നല്ലവനാണ് എന്നതുകൊണ്ട് ആ മൊഹീദ്ദീൻ ശൈഖിന്റെ പിന്നാലെ എനിക്കും സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും, എനിക്ക് വേണ്ടി മൊഹീദ്ദീൻ ശൈഖ് ശുപാർശ പറയും എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സമൂഹത്തോടാണ് തൗഹീദിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഈ പ്രത്യേകത ഇത് റബ്ബിന്റേത് മാത്രമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഈ തരത്തിൽ ആക്ഷേപിക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വീണ്ടും അല്ലാഹു പറഞ്ഞു, പഠിപ്പിക്കുന്നു, യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. മനുഷ്യന്റെ മുന്നിലും പിന്നിലും വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതും ഒക്കെ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. ഇത് അല്ലാഹുവിന്റെ പ്രത്യേകതയായി, അവൻ മാത്രമാണ് ഇലാഹ് എന്നതിന്റെ പ്രത്യേകതയായി അല്ലാഹു പരിചയപ്പെടുത്തുന്ന കാര്യമാണ്. എന്നാൽ മൊഹീദ്ദീൻ ശൈഖിനെ പറ്റിയുള്ള വിശ്വാസമോ, വഅലമു ഇൽമല്ലാഹ് വഅലമു ഇൽമല്ലാഹി അഹ്സി ഉഹ്സി ഹുറൂഫഹു വഅലമു നബ്തൽ അർളി കം ഹുവ നബ്തതി കം മിൻ നബാതതി. ഈ ഭൂമിയിൽ അല്ലാഹുവിന്റെ ഇൽമിനെ കുറിച്ച് എനിക്കറിയാം. എങ്ങനെ അറിയാം? അള്ളാഹ് ഇൽമുള്ളവനാണെന്നറിയാമെന്നല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഇൽമിന്റെ ഓരോ അക്ഷരങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്തി ഇത്ര അക്ഷരങ്ങളാണ് അള്ളാഹുവിന് അറിയാവുന്നത് എന്ന് പറയാൻ എനിക്ക് കഴിയും. എത്ര ചെടികൾ ഈ ഭൂമിയിലുണ്ടെന്ന് ഞാൻ പറയും, എത്ര തിരമാലകൾ കടലിലുണ്ടെന്ന് ഞാൻ പറയും, എത്ര മണൽത്തരികൾ ഈ ലോകത്തുണ്ടെന്ന് ഞാൻ പറയും എന്നിങ്ങനെ ശൈഖ് ജീലാനിയുടെ അറിവിനെ പറ്റി വിശദീകരിക്കുന്ന ഈ ഗ്രന്ഥമാണ് മാലപ്പാട്ടിന് അടിസ്ഥാനമായി സ്വീകരിച്ചത്. അത് ശൈഖ് ജീലാനി പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവിടത്തെ പണ്ഡിതന്മാർ. ആ വിശ്വാസം ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരാണ് ഇവിടത്തെ പണ്ഡിതന്മാർ. എങ്ങനെ ഈ സമൂഹം അല്ലാഹുവിലേക്ക് എത്തിച്ചേരും? എല്ലാം അറിയുന്ന, നമ്മളെ സഹായിക്കാൻ കഴിയുന്ന, നമ്മൾ പറയുന്നത് കേൾക്കാൻ കഴിയുന്ന, നമ്മളുടെ കഴിഞ്ഞ കാലം അറിയാവുന്ന, നമ്മുടെ വരാൻ പോകുന്നത് അറിയാവുന്ന ഈ ശൈഖുമാർ, ഈ സിദ്ധന്മാർ, അവര് മതി ഞങ്ങൾക്ക് എന്ന വിശ്വാസം ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാണല്ലോ സിദ്ധന്മാരുടെ അരികിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണല്ലോ തങ്ങന്മാരുടെ വീട്ടുപരിക്കൽ പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുന്നത്. എന്തുകൊണ്ട്? അതിനപ്പുറത്തുള്ള ഒരു മനുഷ്യന്റെ വീട്ടിന് മുന്നിൽ നിൽക്കാതെ ഈ തങ്ങളുടെ, ഈ സിദ്ധന്റെ വീട്ടുമുമ്പിൽ എന്തുകൊണ്ട് ആളുകൾ ക്യൂ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ആളുകൾ പറയും, ഈ തങ്ങൾക്ക് കുറെയൊക്കെ അറിയാം, എന്റെ കച്ചവടം എങ്ങനെയായി തീരുമെന്ന്, എന്റെ മകളുടെ രോഗം എന്തായി തീരുമെന്ന്, എന്റെ മകന്റെ ജോലിക്കാര്യം എന്തായി തീരുമെന്ന്, ഈ വിസയിൽ വിദേശത്തേക്ക് പോയാൽ എന്റെ മകന്റെ ഭാവി എങ്ങനെയായി തീരുമെന്ന് ഈ തങ്ങൾക്കറിയാം. ജീവിച്ചിരിക്കുന്നവനായാലും മരിച്ചവനായാലും ഈ തങ്ങൾക്കതറിയാം. ഈ തങ്ങളത് പറയും, ഈ തങ്ങളത് പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ കേരളത്തിലെ മുസ്ലിം സമൂഹം. മാ ഖദറുല്ലാഹ ഹഖ ഖദരി. അതാ അള്ളാഹു പറഞ്ഞത്. മനസ്സിലാക്കേണ്ടതുപോലെ അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ല. തിരിച്ചറിയേണ്ടതുപോലെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളായി ഇവർ മാറി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ ഹജ്ജിൽ. വീണ്ടും അല്ലാഹു പറയുന്നു, വസിയ കുർസിയുഹുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിൽ വിശാലമാകുന്നു അവന്റെ കുർസി. വലാ യഊദുഹു ഹിഫ്ളുഹുമാ. അത് രണ്ടും സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിന് ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല. വഹുവൽ അലിയുൽ അലീം. അവനാണ് അത്യുന്നതൻ, അവനാണ് അതിമഹത്വത്തിന്റെ ഉടയവൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിക്കാനുള്ള ആദർശം. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള ആദർശം. അവിടെ നിന്ന്
ആ ആദർശത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് മനുഷ്യൻ അസ്വസ്ഥനാകുന്നത്, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അശാന്തി കടന്നു വരുന്നത്. സത്യവിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ആരാണ് സത്യവിശ്വാസികൾ? അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയം വിറച്ചു പോകും. അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരുമാണ്. ഈ മൂന്ന് പ്രത്യേകതകൾ ഈ സമൂഹത്തിന് നൽകുന്നതിൽ, വിശ്വാസികളായി തീരുന്നതിൽ ആരാണ് തടസ്സം നിന്നത്? മുജാഹിദികളോട് സലാം ചെല്ലാത്തവരും മുജാഹിദികളെ ബഹിഷ്കരിക്കുന്നവരുമാണ് മറുപടി പറയേണ്ടത്. വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിൽ നിന്ന് ഈ സമൂഹത്തെ തടഞ്ഞതാര്? അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന്, അവനോട് മാത്രം തേടുന്നതിൽ നിന്ന്, അവനെ മാത്രം പ്രാർത്ഥന നടത്തുന്നതിൽ നിന്ന് ഈ സമൂഹത്തിന് തടസ്സം സൃഷ്ടിച്ചതാര്? അവനിൽ ഭരമേൽപ്പിച്ച് ശാന്തമായ ജീവിതം നയിക്കുന്നതിൽ നിന്ന് ഈ സമൂഹത്തെ തടഞ്ഞതാര്? നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ വേവലാതികൾ അല്ലെ, അത് പരിഹരിക്കാൻ ജാറങ്ങളുണ്ട്, അവിടെ ശൈഖുമാരുണ്ട്. ഓപ്പറേഷൻ വരെ, സ്വപ്നത്തിൽ ഓപ്പറേഷൻ വരെ നടത്തിക്കൊടുക്കുന്ന തങ്ങന്മാരുണ്ട്. എന്തിനേറെ, ഒരു മക്ബറയിൽ മുളച്ചു പൊങ്ങിയ മരത്തിന് പോലും വലിയിന്റെ പദവിയും സ്ഥാനവും നൽകുന്ന ആ വലിയിന്റെ ഖബറ് തൊട്ട് ചുംബിക്കുകയും അവിടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയും ആ ഖബറിന് മുകളിൽ ഇട്ടിരിക്കുന്ന തുണി തന്റെ ആശ്വാസ കേന്ദ്രമായി കണ്ടെത്തുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെ കേരളത്തിൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവിടെയാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വചനങ്ങളുടെ പ്രസക്തി. അദ്ദേഹം പറഞ്ഞു, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹുവിലാണ് പരമേൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? ലാ യർജൂന സിവാഹു. അല്ലാഹുവിലല്ലാതെ മറ്റാരിലും അവൻ പ്രതീക്ഷയർപ്പിക്കില്ല. അല്ലാഹുവിലല്ലാതെ മറ്റാരിലും അവൻ പ്രതീക്ഷയർപ്പിക്കില്ല. അവന്റെ മനസ്സിനേക്കാൾ ശാന്തമായ മറ്റൊരു മനസ്സെവിടെ ഉണ്ടാകും? അവനേക്കാൾ ഊർജ്ജസ്വലനായ മറ്റാരെ കണ്ടെത്തുവാൻ കഴിയും? അവനേക്കാൾ തന്റെ ഇടമുള്ള വേറെ ഒരാളെ കണ്ടെത്താൻ സാധിക്കുമോ? എന്താണ്? അവന്റെ എല്ലാ കാര്യങ്ങളും, അവന്റെ എല്ലാ പ്രതീക്ഷകളും റബ്ബിലാണ്. കല്യാണം കഴിഞ്ഞു, കുട്ടികൾ ഉണ്ടായില്ല, അവൻ പ്രതീക്ഷിക്കുന്നത് അവന്റെ റബ്ബിനെയാണ്. പരീക്ഷ എഴുതി വിജയം വേണം, അവൻ പ്രതീക്ഷിക്കുന്നത് അവന്റെ റബ്ബിനെയാണ്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, പുരോഗതി വേണം, അവൻ പ്രതീക്ഷിക്കുന്നത് അവന്റെ റബ്ബിനെയാണ്. അധ്വാനിച്ച് ജീവിക്കുന്നു, കുടുംബം പോറ്റണം, ആരോഗ്യം വേണം, അവൻ പ്രതീക്ഷിക്കുന്നത് അവന്റെ റബ്ബിനെയാണ്. കൈക്ക് വേദന വരുമ്പോ അവൻ ഇടിയങ്ങര മക്കാമിലേക്ക് പോകില്ല. യാത്രയിൽ പ്രതീക്ഷയുമായി ഏതെങ്കിലും ഒരു ജാറത്തിലേക്ക് അവൻ കാശെറിയില്ല. തൗഹീദിന്റെ പ്രഖ്യാപനത്തിന് പോകുന്ന ഹജ്ജ് വേളകളിൽ പോലും ജാറങ്ങളിൽ പോയി നേർച്ചയർപ്പിച്ച് തിരിച്ചു വരുമ്പോ അതേ ജാറത്തിൽ സംസമും കാരക്കയും സമർപ്പിക്കുന്ന ജീർണത ഒരു വിശ്വാസിയുടെ ഇന്നമൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ ഈ മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. വലാ ലാ യർജൂന സിവാഹു. അവനെയല്ലാതെ അവൻ ആഗ്രഹിക്കുകയില്ല, അല്ലാഹുവിലല്ലാതെ അവൻ പ്രതീക്ഷയർപ്പിക്കുകയില്ല. വലാ യഖസിദൂന ഇല്ലാ ഇയ്യാഹു. അവനെയല്ലാതെ അവൻ ലക്ഷ്യസ്ഥാനമായി കാണില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ തെരുവുകളിൽ, മദ്രസകളിൽ അലയടിച്ചുയർന്ന പദ്യം, യാ സയ്യിദ സാദാത്തി ജീതുക ഖാസിദൻ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. നേതാക്കന്മാരുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, ജീതുക ഖാസിദൻ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. എന്റെ ലക്ഷ്യത്തെ അല്ലാഹുവിന്റെ റസൂലേ അങ്ങ് വെറുതെയാക്കി കളയരുതേ എന്ന് റസൂലിനെ ഉദ്ദേശിക്കുന്നു കേരളത്തിലെ മുസ്ലിങ്ങൾ. ഈ മൗലിദ് ചെല്ലുന്ന മുസ്ലിം അല്ലാഹുവിന്റെ റസൂൽ ഈ പ്രാർത്ഥന കേൾക്കും, അതിനുത്തരം നൽകും എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസിയായി തീരാൻ സാധിക്കുന്നില്ല. എങ്ങനെ? അല്ലാഹുവിലേക്ക് സമർപ്പിക്കേണ്ട, അല്ലാഹുവിൽ അർപ്പിക്കേണ്ട പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും വീണ്ടും പറയുന്നു, വലാ യലൂദൂന ഇല്ലാ ബിജനാബിഹി. നമ്മളുടെ നാട്ടിൽ പ്രചാരത്തിലിരിക്കുന്ന മൗലിദിന്റെ വരികളിൽ സമാനമായ പദങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയും. വലാ യത്ലുബൂനൽ ഹവായിജ ഇല്ലാ മിൻഹു. അല്ലാഹുവിൽ നിന്നല്ലാതെ അവൻ ഒരാവശ്യവും തേടില്ല.
അള്ളാഹുവിലേക്കല്ലാതെ അവൻ അഭയം തേടില്ല എന്ന് പറയുന്ന ഒരവസ്ഥ, ആ ഒരവസ്ഥയാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുണ്ടാകുമ്പോ അവന്റെ മനസ്സിൽ സ്വസ്ഥതയുണ്ടാകും, അവന്റെ മനസ്സിൽ ശാന്തിയുണ്ടാകും. ഈ ശാന്തി, ഈ സ്വസ്ഥത അത് നശിപ്പിക്കുക എന്നതാണ് എന്നും പിശാച് ഈ സമൂഹത്തിന് മുന്നിൽ ചെയ്തത്. അൻസാറിന്റെ ഈ വേദിയിൽ വെച്ച് സംസാരിക്കുമ്പോ തീർച്ചയായും AP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല പറഞ്ഞ ഒരു കാര്യം പങ്കുവെക്കാതിരിക്കാൻ സാധിക്കില്ല. ഒരിക്കൽ ഈ ജിന്നി വിവാദം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഇരിക്കുമ്പോ മൗലവിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മൗലവി ഇത്തരം പ്രശ്നങ്ങൾ നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്? മൗലവി പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നമുക്കല്ലാതെ മറ്റാർക്കാണിതുണ്ടാവേണ്ടത്? നമുക്കല്ലാതെ മറ്റാർക്കാണിതുണ്ടാകേണ്ടത്? നമ്മുടെ ഇടയിലല്ലാതെ മറ്റാരുടെ ഇടയിലാണ് പിശാചിന് പടിയെടുക്കേണ്ടി വരുന്നത്? ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മഖ്ബറകളിൽ പോയി ആവശ്യപൂർത്തീകരണത്തിന് തേടിക്കൊണ്ടിരിക്കുന്നവന്റെ മനസ്സിലേക്ക് ഇനി എന്ത് പിഴച്ച ചിന്തയാണ് പിശാചിന് ഇട്ടുകൊടുക്കാനുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന്റെ പ്രാധാന്യം കുറച്ചു കാണുകയും എല്ലാ തരത്തിലുള്ള ജീർണതകളോടും സഹകരിക്കാൻ വേണ്ടി മനസ്സ് പാകപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്കിടയിൽ എന്ത് പണിയാണ് പിശാചിനെടുക്കാനുള്ളത് മുവഹിദുകളായ നമുക്കിടയിലല്ലാതെ എന്ന് ഇവിടെ ഉണ്ടായത് യഥാർത്ഥത്തിൽ അതാണല്ലോ. 1 മണിക്കൂർ പ്രസംഗിക്കേണ്ട കാര്യം മൗലവി വാചകങ്ങളിൽ ഒതുക്കി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വിശദമായി പരിശോധിച്ചാൽ അടിസ്ഥാനപരമായി ഉണ്ടായ വിഷയം അതാണല്ലോ. ഈ സമൂഹത്തെ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൽ നിന്ന് മാറ്റി ജിന്നുകളെ ഭയപ്പെടുന്ന, ജിന്നുകളെ പേടിക്കുന്ന ആ ജിന്നുകൾ എപ്പോഴാണ് തങ്ങളുടെ ശരീരത്തെ ബാധിക്കുകയും തങ്ങളെ ഈ തരത്തിൽ അപകടത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, അതിനപ്പുറത്ത് സർവലോക രക്ഷിതാവും ആ രക്ഷിതാവിന്റെ ദൂതനും പഠിപ്പിച്ച വചനങ്ങൾ, അതാണ് ഞങ്ങളെ സംരക്ഷിക്കാനുള്ളത്, അതാണ് ഞങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ളത് എന്നിടത്ത് നിന്ന് മാറി പൗരോഹിത്യം രോഗങ്ങൾ വരുമ്പോ അവരുടെ പേരുകളുടെ അവസാനം തങ്ങന്മാരെന്നും മുസ്ലിയാക്കന്മാരും എന്നുമുള്ള പേരുകളുള്ള ആളുകളുടെ അരികിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ നാടുകളുടെ പേരിൽ അവസാനിക്കുന്നവരുടെ സന്നിധികളിലേക്ക്, കോളേജുകളുടെ ബിരുദങ്ങളുടെ പേരിൽ അവസാനിക്കുന്ന ആളുകളുടെ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് ഈ സമൂഹത്തെ വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ടായി. പ്രശ്നം നേരത്തെ പറഞ്ഞത് തന്നെയായിരുന്നു. തവക്കുലിന്റെ മാധുര്യം ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടു. എനിക്ക് എന്റെ റബ്ബ് മതി. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ഇരുളിൽ തപ്പിത്തടയുമ്പോഴായാലും ഒഴുക്കുള്ള പുഴയിൽ വീണ് ഒഴുകിപ്പോകുമ്പോഴായാലും ഇനി അതല്ലാത്ത മറ്റേതെങ്കിലും പ്രതിസന്ധിയുടെ സന്ദർഭത്തിലായാലും എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലേക്കാണ് ഈ പിഴച്ച വിശ്വാസവുമായി ഭൗതിക അഭൗതിക തുടങ്ങിയ ചർച്ചകളുമായി അതിലുണ്ടാക്കിയ ആശയക്കുഴപ്പങ്ങളുമായി ഈ ആളുകൾ കടന്നു വന്നത്. പക്ഷേ കാലം പുരോഗമിച്ചപ്പോ, ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോ ഇപ്പോഴും ചില ആളുകൾ ചോദിക്കാറുണ്ട്, ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ എന്ന്. എന്നാൽ ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ലാത്ത തരത്തിൽ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ച ഇവരുടെ സൈദ്ധാന്തികൻ കൊഴിച്ചനയിൽ വ്യവസ്ഥ എഴുതേണ്ടി വന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ വസീലത്ത് ശിർക്കായതുണ്ട് എന്ന്. ആ വ്യവസ്ഥ എഴുതി വാദപ്രതിവാദം നടത്തിയ ആളുകൾ, ആ വാദപ്രതിവാദത്തിൽ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തത് ഇൽഹാമു കൊണ്ടാണ് എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയവർ, അതിനുവേണ്ടി വേദികൾ ഒരുക്കി കൊടുത്തവർ, അതിനുവേണ്ടി ഈ സംഘടനയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയവർ, അവരൊക്കെ ഇപ്പോ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ഞങ്ങൾക്കിതുമായി ബന്ധമില്ല എന്ന് പറയേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. എന്തുകൊണ്ട്? ഇസ്ലാഹി പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആദർശം അത് AP അബ്ദുൽ ഖാദർ മൗലവി മെനഞ്ഞെടുത്തതായിരുന്നില്ല, അത് TP അബ്ദുള്ള കോയ മദനി കണ്ടെത്തിയതായിരുന്നില്ല, അത് കേരള ജമിയത്തുൽ ഉലമ രൂപപ്പെടുത്തിയതായിരുന്നില്ല, അതേപോലെ അതിനു മുമ്പുണ്ടായിരുന്ന ഇസ്ലാഹി കേരളത്തിന്റെ പണ്ഡിതന്മാർ രൂപപ്പെടുത്തിയതായിരുന്നില്ല. മറിച്ച് സർവലോക രക്ഷിതാവിൽ സർവം സമർപ്പിക്കുക എന്ന ഏത് പ്രതിസന്ധിയും ഏത് ബുദ്ധിമുട്ടുകളും ഏത് കഷ്ടപ്പാടുകളും അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, എനിക്കെന്റെ അല്ലാഹ് മതി,
ആ റബ്ബിലാണ് ഞാനെല്ലാം ഭരമേൽപ്പിക്കുന്നത് എന്ന് പറയുന്ന തലത്തിലേക്ക് ഈ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് ഈ സമൂഹം വളർന്നു വന്നത്, അങ്ങനെയാണ് ഈ സമൂഹം മുന്നോട്ടെത്തിയത്. തീർച്ചയായും ഇനിയും നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം, ഉത്തരവാദിത്വം ഇത് തന്നെയാണ്. ഈ ശാന്തി അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട്, അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട്, അവനെ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിന് ലഭിക്കുന്ന ശാന്തിയാണ്, സമാധാനമാണ് ഏറ്റവും വലിയ ശാന്തിയും സമാധാനവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.